ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 18 ബുധനാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിൽ പിഴ കുടിശ്ശികയുള്ള വാഹന ഉടമകൾക്ക് ഇതാ ഒരു സുവർണാവസരം. കുടിശ്ശികയുള്ള ചെലാനുകളിലെ പിഴത്തുകയുടെ പകുതി മാത്രം അടച്ച് കേസ് തീർപ്പാക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് മാർച്ച് 15 പുറത്തിറങ്ങി. 30/12/2024 മുൻപ് ചുമത്തിയിട്ടുള്ള ചെലാനുകൾക്ക് മാത്രമായിരിക്കും ഈ ഇളവ് ലഭിക്കുക. ഇളവ് ലഭിക്കണമെങ്കിൽ 30/4/2026 പിഴത്തുക അടച്ചു തീർക്കേണ്ടതുണ്ട്. ഇളവ് ആനുകൂല്യം നേടുന്നതിനായി വാഹന ഉടമകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ services.mvd.kerala.gov.in വഴി രജിസ്റ്റർ ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി അടിച്ചു തീർക്കാത്ത പിഴകൾ മൂലം വാഹനങ്ങളുടെ ഫിറ്റ്നസ്, RC പുതുക്കൽ, ഉടമസ്ഥാവകാശ കൈമാറ്റം എന്നിവ തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് ഈ പുതിയ ഉത്തരവ് വലിയ സഹായമാകും. ക്യാമറ വഴിയുള്ള പിഴകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്കും ഈ ഇളവ് ബാധകമാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ മൊബിലിറ്റി പ്രോത്സാഹൻ പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്ക് പ്രതിവർഷം 30,000 രൂപ സബ്സിഡി നൽകുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്ന ആദ്യത്തെ 1000 അർഹരായ അപേക്ഷകർക്കാണ് സബ്സിഡി ലഭിക്കുക. ഈ സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കുന്ന സബ്സിഡിയിൽ 500 എണ്ണം മാർച്ച് 15 മുമ്പ് അപേക്ഷിക്കുന്ന വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. അപേക്ഷ സമർപ്പിക്കാൻ ട്രാൻസ്പോർട്ട് സർവീസസ് NIC.in എന്ന വെബ്സൈറ്റിൽ 2019 ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകളുടെ ഉടമകൾക്കും ഇതുവരെ ഈ പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അർഹതാ മാനദണ്ഡങ്ങളും അപേക്ഷാ നടപടിക്രമങ്ങളും mvd.kerala.gov.in ലഭ്യമാണ്. ഈ വർഷം സബ്സിഡി ലഭിക്കാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം പദ്ധതി തുടർന്നാൽ വീണ്ടും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ എല്ലാ ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്കും ബയോമെട്രിക് ആധാർ അധിഷ്ഠിത KYC നിർബന്ധമാക്കി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് രാജ്യത്ത് പാചകവാതക വിതരണത്തിൽ കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഉപഭോക്താക്കൾക്ക് അതാത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ മൊബൈൽ ആപ്പും ആധാർ ഫേസ് RD ആപ്പും ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സംശയങ്ങൾക്കായി LPG വിതരണക്കാരെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1800 2333 55 എന്ന നമ്പർ ഉപയോഗിക്കാനോ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം 2 മാസത്തേത് ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്യാനാണ് സാധ്യത. ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി കണക്കിലെടുത്താണ് ഈ അറിയിപ്പുള്ളത്. മാർച്ച് മാസ പെൻഷൻ മാർച്ച് 25 ബുധനാഴ്ച വിതരണം ആരംഭിക്കും. അന്ന് വൈകുന്നേരത്തോടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകളും മറ്റ് പ്രധാന അറിയിപ്പുകളും തന്നെ നിലവിൽ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും അതുപോലെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കോ ഈ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ BPL AAY വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അർഹരായവർ ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്,
PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു മാർച്ച് 13-നായിരുന്നു വിതരണം ചെയ്തത്. നിലവിൽ ഒരു വിഭാഗം കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾക്ക് ഈ തുക ഇതുവരെയും എത്തിയിട്ടുമില്ല. ഇത് കർഷകർക്കിടയിൽ ചെറിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് കേവലം സാങ്കേതിക കാരണം മൂലം മാത്രമാണ്. DBT വഴി ഒരേ സമയം വലിയൊരു വിഭാഗം ആളുകളിലേക്ക് തുക അയക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളാണ് ഈ താമസത്തിനും കാരണം. തുക ലഭിക്കാത്ത കർഷകർ വിഷമിക്കേണ്ടതില്ല. വരും ദിവസങ്ങളിൽ തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, SBI, ICICI ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ അക്കൗണ്ടുള്ളവർക്കാണ് ഈ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.